മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ മോശയുടെ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും അവസാന ഭാഗം അവലോകനം ചെയ്യാം. ജനനം മുതൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മോശ നൈൽ നദിയിൽ നിന്നും രക്ഷിക്കപ്പെടുകയും ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളർത്തപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ തൻ്റെ ഹെബ്രായ പൈതൃകം ഒരിക്കലും വിസ്മരിച്ചില്ല. ഈജിപ്തുകാരനായ ഒരു പീഡകനെ കൊന്നതിന് ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്ത ശേഷം കത്തുന്ന മുൾപ്പടർപ്പിൽ അദ്ദേഹം ദൈവത്തെ ദർശിച്ചു. ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കർത്താവ് അവനെ അയച്ചു. ശക്തമായ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും അവൻ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ചെങ്കടൽ മുറിച്ചു കടന്നു. സീനായി മലയിൽ വെച്ച് ദൈവപ്രമാണങ്ങൾ ഏറ്റുവാങ്ങി. 40 വർഷക്കാലം അവൻ ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ നയിച്ചു. അവർക്ക് പരാതികളും പരാജയങ്ങളും ഉണ്ടായിരുന്നിട്ടും ദൈവത്തിൽ വിശ്വസിക്കുവാനും കർത്താവിനെ അനുസരിക്കാനും മോശ അവരെ പഠിപ്പിച്ചു. തൻ്റെ ജീവിത സായാഹ്നത്തിൽ മോവാബ് സമതലങ്ങളിൽ മോശ തൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തി. തദവസരത്തിൽ പുതിയ തലമുറയോട് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർമ്മിപ്പിക്കുകയും എക്കാലവും കർത്താവിനെ സ്നേഹിക്കാനും പിന്തുടരാനും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ജെറിക്കോയിൽ നിന്ന് ജോർദാൻ അക്കരെയുള്ള മോവാബ് സമതലത്തിൽ നിന്നുകൊണ്ട് മോശ ജനങ്ങളെ ഒന്നിച്ചുകൂട്ടി മഹത്തായ 3 വിടവാങ്ങൽ പ്രസംഗങ്ങൾ നടത്തി. 2-ാം നിയമം എന്ന അർത്ഥമുള്ള ആവർത്തന പുസ്തകം ഇസ്രായേലിനോടുള്ള മോശയുടെ ഈ അന്ത്യവചസ്സുകൾ രേഖപ്പെടുത്തുന്നു. 40 വർഷത്തെ അലിഞ്ഞു തിരിയലിൽ അവർ അനുഭവിച്ചതെല്ലാം മോശ ജനത്തെ ഓർമ്മിപ്പിച്ചു. അതിൽ അവരുടെ പരാജയങ്ങൾ, പരാതികൾ, മത്സരങ്ങൾ, ദൈവത്തിൻ്റെ നിരന്തരമായ കരുണ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. കർത്താവ് അവരുമായി ചെയ്ത ഉടമ്പടി ഒരിക്കലും മറക്കരുതെന്നും പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും ശക്തിയോടും കൂടി അവനെ സ്നേഹിക്കണമെന്നും ദൈവപ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് വിശ്വസ്തരായി തുടരണമെന്നും അവൻ അവരെ ഉത്ബോധിപ്പിച്ചു. നിയമാവർത്തന പുസ്തകം 6-4-5 വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ വിശ്വാസത്തിൻ്റെ മഹത്തായ ഏറ്റുപറച്ചിലായ ക്ഷേമ മോശ പ്രഖ്യാപിച്ചു. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഈ പ്രഖ്യാപനം യഹൂദ ആരാധനയുടെയും ദൈനംദിന പ്രാർത്ഥനയുടെയും കാതലായി മാറി. പിന്നീട് ഈശോ തന്നെ അതിനെ ഏറ്റവും വലിയ കൽപ്പനയായി അവതരിപ്പിച്ചു. മാർക്കോസ് 12:29-30 വാക്യങ്ങൾ. സമൃദ്ധിയുടെ ദേശത്ത് പ്രവേശിക്കുമ്പോൾ ദൈവത്തെ മറക്കരുതെന്ന് മോശ ജനത്തിന് മുന്നറിയിപ്പ് നൽകി. അവരുടെ കുട്ടികളെ ദൈവകൽപ്പനകൾ പഠിപ്പിക്കുവാനും ആത്മീയ ജീവിതം തിരഞ്ഞെടുക്കുവാനും ഒരു വിശുദ്ധ ജനമായി നിലനിൽക്കാനും അവൻ അവരോട് ആഹ്വാനം ചെയ്തു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും വാഗ്ദത്ത ദേശവും ലഭിക്കും. നിയമാവർത്തനം 30-19-20 വാക്യങ്ങൾ. മരണത്തിന് മുമ്പ് മോശ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിളിച്ചുകൂട്ടി അവർക്ക് അന്തിമ സന്ദേശവും അനുഗ്രഹവും നൽകിയത് തലമുറകൾക്ക് മുൻപ് യാക്കോബ് നൽകിയ അനുഗ്രഹങ്ങളുടെ വികാരഭരിതമായ ഒരു പ്രതിഫലനമായിരുന്നു. ഓരോ ഗോത്രത്തിലും അദ്ദേഹം പ്രത്യാശയുടെയും തനതാത്മകതയുടെയും അവരെപ്പറ്റിയുള്ള ദൈവിക ഉദ്ദേശത്തിൻ്റെയും വചസ്സുകൾ നൽകി. സീനായിൽ തന്നെ വെളിപ്പെടുത്തിയ കർത്താവിനെ അദ്ദേഹം സ്തുതിക്കുകയും ഇസ്രായേൽ എല്ലാ ജനതകളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കാരണം സത്യദൈവമാണ് അവരുടെ സങ്കേതവും ശക്തിയും സംരക്ഷകനും. മോശയുടെ അവസാന വാക്കുകൾ പിതൃതുല്യമായ ആർദ്രതയും വചനപരമായ ഉൾക്കാഴ്ചയും കൊണ്ട് നിറഞ്ഞിരുന്നു. ജനങ്ങളുടെ ഭാരങ്ങൾ വഹിക്കുകയും അവരുടെ പാപങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയും വർഷങ്ങളുടെ കഷ്ടപ്പാടിലൂടെ അവരെ നയിക്കുകയും ചെയ്ത മോശ അപ്പോൾ അവരെ പൂർണ്ണമായും ദൈവത്തിൽ ഭരമേൽപ്പിച്ചു. സമാധാനപരമായ ആത്മവിശ്വാസത്തോടെ അവരെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന അതേ കർത്താവ് അത് പൂർത്തീകരിക്കുന്നതിൽ വിശ്വസ്തനായിരിക്കുമെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. മോശ തൻ്റെ ഭൗമിക ജീവിതയാത്ര അവസാനിപ്പിക്കുവാൻ നേബോ മലയിൽ കയറുന്നതിന് മുൻപ് ദൈവം അവനോട് ഇസ്രായേലിനെ ഒരു പ്രത്യേക ഗാനം പഠിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. അത് മോശയുടെ ഗീതമെന്നാണ് അറിയപ്പെടുക. ഇത് വെറുമൊരു ഗാനമായിരുന്നില്ല. ദൈവം ചെയ്ത എല്ലാറ്റിൻ്റെയും ശക്തമായ ഓർമ്മപ്പെടുത്തലും
ഇസ്രായേൽ തന്നിൽ നിന്നും പിന്തിരിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതിന് മുന്നറിയിപ്പുമായിരുന്നു അത്. ദൈവം എല്ലാവിധത്തിലും പൂർണ്ണനും വിശ്വസ്തനുമായിരുന്നുവെന്ന് പ്രസ്താവിച്ചുകൊണ്ട് അവിടുത്തെ പാറ എന്ന വിശേഷണത്തോടെയാണ് മോശ ദൈവസ്തുതി ആരംഭിച്ചത്. തുടർന്ന് അവൻ ഇസ്രായേലിൻ്റെ ചരിത്രം സംക്ഷിപ്തമായി പരാമർശിച്ചു. ദൈവം അവരെ എങ്ങനെ രക്ഷിച്ചു, സംരക്ഷിച്ചു, സ്നേഹനിധിയായ ഒരു പിതാവിനെ പോലെ അവരെ പോറ്റി, അവർ പലപ്പോഴും തൻ്റെ സ്നേഹം മറന്ന് മറ്റ് ദൈവങ്ങളെ എങ്ങനെ പിന്തുടർന്നു എന്നിവയും പരാമർശിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഭൂതകാലത്തിലൂടെയും വർത്തമാന ഭാവി ഘട്ടങ്ങളിലൂടെയും ഗാനം നീങ്ങുന്നു. ദൈവം അവരെ ഒരു മരുഭൂമിയിൽ കണ്ടെത്തിയെന്നും ആർദ്രമായി എങ്ങനെ പരിപാലിച്ചെന്നും ദേശത്തിൻ്റെ സമൃദ്ധി അവർക്ക് നൽകിയത് എങ്ങനെയെന്നും മോശ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇസ്രായേൽ സമ്പന്നരായി കഴിഞ്ഞപ്പോൾ അവർ ദുരഭിമാനികളായും ദൈവത്തിൽ നിന്നും അകലുകയും ചെയ്തു. അതിന് പ്രതികരണമായി ദൈവം പ്രശ്നങ്ങളും ശത്രുക്കളും ഉയർന്നു വരുവാൻ അനുവദിച്ചു. എന്നാൽ അത് അവരെ നശിപ്പിക്കാനല്ല, മറിച്ച് അവരെ സുബോധത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിരുന്നു. അല്ലാതെ ദൈവം അവരെ ഒരിക്കലും കൈവിട്ടില്ല. തങ്ങളുടെ ദേവന്മാർ ഇസ്രായേലിൻ്റെ ദൈവത്തേക്കാൾ ശക്തമാണെന്ന് മറ്റ് ജനതകൾ കരുതാതിരിക്കുവാൻ അവൻ തൻ്റെ ന്യായവിധി തടഞ്ഞു. വ്യാജ ദൈവങ്ങളുടെ ശൂന്യതയെയും സത്യദൈവത്തിൻ്റെ ശക്തിയെയും ഈ ഗാനം താരതമ്യം ചെയ്യുന്നു. ഇസ്രായേലിനെ ദ്രോഹിച്ച ജനതകളെ ദൈവം ഒരു ദിവസം ന്യായം വിധിക്കുമെന്നും തൻ്റെ ജനത്തിന് ജീവൻ നൽകുന്നതും രക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും താൻ മാത്രമാണെന്ന് വീണ്ടും വ്യക്തമാക്കുന്നുവെന്നും ഇത് വാഗ്ദാനം ചെയ്യുന്നു. പ്രത്യാശയോടെയാണ് ഈ ഗാനം അവസാനിക്കുന്നത്. ദൈവം കരുണ കാണിക്കും, തൻ്റെ ജനത്തെ പുനഃസ്ഥാപിക്കും, എല്ലാ ജനതകളെയും അവരോടൊപ്പം സന്തോഷിക്കുവാൻ ക്ഷണിക്കും. ഇക്കാരണത്താൽ മോശയുടെ ഗീതം നൂറ്റാണ്ടുകളായി ഇസ്രായേലിൻ്റെ ആരാധനയിലൂടെ പ്രതിധ്വനിച്ചു. കൂടാതെ വെളിപാട് പുസ്തകത്തിൽ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതം എന്ന പേരിൽ ഇത് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ചുരുക്കത്തിൽ ദൈവം വിശ്വസ്തനാണെന്നും പാപത്തിന് അനന്തര ഫലങ്ങളുണ്ടെന്നും കരുണയ്ക്ക് എല്ലായ്പ്പോഴും അവസാന വാക്കുണ്ടെന്നും ഗാനം പഠിപ്പിക്കുന്നു. ദൈവത്തോട് അടുത്ത് നിൽക്കുവാനും അവൻ്റെ പ്രവൃത്തികളെ ഓർമ്മിക്കുവാനും നന്ദിയോടെ ജീവിക്കാനും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം ദൈവം ഒരിക്കലും തൻ്റെ ജനത്തെ കൈവിടില്ല. ദൈവം മോശയോട് വാഗ്ദത്ത ദേശം ദൂരെ നിന്ന് വീക്ഷിക്കുമെന്നും എന്നാൽ അതിൽ പ്രവേശിക്കില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ജലം ലഭിക്കുവാൻ മെരീബയിൽ പാറയോട് കൽപ്പിക്കുന്നതിന് പകരം അതിൽ അടിച്ചപ്പോൾ അനുസരണക്കേട് കാണിച്ചതിനാലാണ് അത്. എന്നിരുന്നാലും ഈ ശിക്ഷയിലും കരുണയുണ്ടായിരുന്നു. ദൈവം മോശയെ തൻ്റെ പിൻഗാമിയെ നിയമിക്കുവാനും തൻ്റെ ദൗത്യത്തിൻ്റെ തുടർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും അനുവദിച്ചു. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം മോശ ജോഷുവയുടെ മേൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് തൻ്റെ മരണശേഷം ഇസ്രായേൽ ജനതയെ നയിക്കുവാൻ അവനെ തിരഞ്ഞെടുത്തു. ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. നിയമാവർത്തനം 34:9. ഈ പ്രധാനപ്പെട്ട ദൗത്യത്തിനായി ദൈവം അവനെ ഒരുക്കിയിട്ടുണ്ടെന്ന് ഇത് കാണിക്കുന്നു. ജോഷുവയുടെ മേൽ കൈകൾ വയ്ക്കുന്നത് ആത്മീയ അധികാരവും അനുഗ്രഹവും അവന് കൈമാറുന്നതിൻ്റെ അടയാളമായിരുന്നു. ദൈവം മറ്റുള്ളവരിലൂടെ പുതിയ ആളുകൾക്ക് നേതൃത്വം എങ്ങനെ നൽകുന്നു എന്നതിൻ്റെ ബൈബിളിലെ ഒരു ശാശ്വത ഉദാഹരണമായി ഈ പ്രവൃത്തി മാറി. അപ്പസ്തോലിക പിന്തുടർച്ചയിലൂടെ ഇന്നും സഭയിലും ഇതേ കൈമാറ്റം തുടരുന്നു. മോശ ജോഷുവയ്ക്ക് നേതൃത്വം നൽകിയതുപോലെ പുരോഹിതാർത്ഥികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചാണ് പുതിയ മെത്രാന്മാരെയോ വൈദികരെയോ നിയമിക്കുക. നടപടി 6:6, 1 തീമോത്തി 4:14. ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുവാനുള്ള ദൗത്യവും ആത്മീയ ശക്തിയും അതുവഴി കൈമാറുന്നു. തലമുറകളായി പ്രതിധ്വനിക്കുന്ന വാക്കുകളിലൂടെ മോശ ജോഷുവയെ പ്രോത്സാഹിപ്പിച്ചു. ശക്തനും ധീരനുമായിരിക്കുക, കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കുവാൻ നീ ഇവരെ നയിക്കണം. കർത്താവാണ് നിൻ്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. നിയമാവർത്തനം 31:7-8 വാക്യങ്ങൾ. പിന്നീട് മോശ മോവാബ് സമതലത്തിൽ ജെറിക്കോയ്ക്ക് എതിർവശത്തുള്ള പിസ്ഗായ്ക്ക് മുകളിൽ നേബോ മലയിലേക്ക് കയറി. അവിടെ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ദേശമായ ജെറിക്കോ താഴ്വരകൾ, കടൽ വരെയുള്ള എഫ്രൈം യൂദയ പർവ്വതങ്ങൾ വരെ ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. ദൈവജനത്തെ 40 വർഷം നയിച്ചിട്ടും താൻ അതിൽ പ്രവേശിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും നെബോ മലയിൽ നിന്നുകൊണ്ട് വാഗ്ദത്ത ദേശം കാണുന്നത് മോശയ്ക്ക് എത്രയോ ഹൃദയസ്പർശിയായ നിമിഷമായിരുന്നിരിക്കണം. താൻ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചില്ലെങ്കിലും മോശ ദുഃഖിതനായില്ല. കാരണം ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം അത്രയും താൻ നിറവേറ്റി എന്നതിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നു. അടുത്ത തലമുറയിലൂടെയാണ് ദൈവിക വാഗ്ദാനം സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ദൈവത്തിൻ്റെ പദ്ധതി
ഏതൊരു ജീവിതത്തിനും അപ്പുറത്തേക്ക് തുടരുന്നുവെന്ന് ഇത് കാണിക്കുന്നു. എന്നാൽ കാലത്തിൻ്റെ പൂർണ്ണതയിൽ മോശ വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചു. താബോർ എന്ന് വിളിക്കപ്പെടുന്ന മലയിലെ ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ അവിടുത്തോടും എലിയ പ്രവാചകനോടുമൊപ്പം മോശ ദൈവത്തിൻ്റെ രക്ഷയുടെ യഥാർത്ഥ പൂർത്തീകരണം കണ്ടു. നിയമാവർത്തനം 34:5-6 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, കർത്താവിൻ്റെ ദാസനായ മോശ അവിടുന്ന് അരുൾ ചെയ്തതുപോലെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. മോവാബ് ദേശത്ത് ബെത്പെറോയിന് എതിരെയുള്ള താഴ്വരയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇന്നുവരെ അവൻ്റെ ശവകുടീരത്തിൻ്റെ സ്ഥാനം ആർക്കും അറിവില്ല. ദൈവം തന്നെ തൻ്റെ വിശ്വസ്ത ദാസനായ മോശയെ സംസ്കരിച്ചു. എത്ര ആർദ്രവും നിഗൂഢവുമായ ഒരു നിമിഷമായിരുന്നു അത്. ദൈവവുമായി മുഖാമുഖം സംസാരിച്ച പ്രവാചകനെ ആദരിച്ചുകൊണ്ട് ദൂതന്മാർ ഈ പുണ്യകർമ്മം നിർവഹിച്ചുവെന്ന് യഹൂദ പാരമ്പര്യം പഠിപ്പിക്കുന്നു. മനുഷ്യൻ്റെ സ്പർശനത്താൽ അല്ല, മറിച്ച് കർത്താവിൻ്റെ ചുംബനത്താലാണ് മോശ ദൈവത്തിൻ്റെ ആലിംഗനത്തിൽ മരിച്ചത് എന്നാണ് വിശുദ്ധ അംബ്രോസ് ഈ രഹസ്യത്തെ വികാരഭരിതനായി അവതരിപ്പിക്കുന്നത്. ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് ചരിക്കുന്നവരെ ജീവിതാന്ത്യത്തിൽ അവിടുന്ന് സ്നേഹത്തോടെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇത്. നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായം 7-8 വാക്യങ്ങളനുസരിച്ച് മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സുണ്ടായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനം വരെ പൂർണ്ണവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതുമായി നിലനിന്നിരുന്നു എന്നതിൻ്റെ അടയാളമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ 120 വയസ്സ് പൂർണ്ണതയെയും ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തെയും അടയാളപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വചനപ്രകാരം അദ്ദേഹം മരിച്ചുവെന്ന് നിയമാവർത്തനം 34:5 പറയുന്നു. അതായത് അനുസരണത്തിലും ദൈവവുമായുള്ള സൗഹൃദത്തിലും സമാധാനപരമായി മോശ ഈ ലോകത്തോട് വിട പറഞ്ഞു. യഹൂദ പാരമ്പര്യത്തിൽ മോശയുടെ മരണത്തെ ദൈവത്തിൻ്റെ ചുംബനം എന്ന് വിശേഷിപ്പിക്കുന്നു. കാരണം മരണദൂതനില്ലാതെ ദൈവത്തിൻ്റെ ആലിംഗനത്തിലേക്ക് അദ്ദേഹം നേരിട്ട് കടന്നുവെന്ന് അത് കാണിക്കുന്നു. മോശയുടെ മങ്ങാത്ത ദർശനം അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ വിശ്വാസത്തെയും കർത്താവിനോടുള്ള ഐക്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു. അടിമത്തത്തിൽ നിന്നും വാഗ്ദത്ത നാടിൻ്റെ അതിർത്തിയിലേക്ക് തങ്ങളെ നയിച്ച വിശ്വസ്ത ഇടയൻ്റെ ദേഹവിയോഗത്തിൽ ഇസ്രായേല്യർ 30 ദിവസം വിലപിച്ചു. നിയമാവർത്തന പുസ്തകത്തിൻ്റെ അവസാന വാക്യങ്ങൾ മോശയുടെ പ്രത്യേകതയെ സംഗ്രഹിക്കുന്നു. കർത്താവ് മുഖാമുഖം സംസാരിച്ച മോശയെപ്പോലെ മറ്റൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. കർത്താവിനാൽ നിയുക്തനായി ഈജിപ്തിൽ ഫറവോയ്ക്കും ദാസന്മാർക്കും രാജ്യത്തിന് മുഴുവനും എതിരായി അവൻ പ്രവർത്തിച്ച അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ പ്രകടമാക്കിയ മഹത്വം ഭയാനകവുമായ പ്രവൃത്തികളിലും മോശ അതുല്യനാണ്. നിയമാവർത്തന പുസ്തകം 34:10-12 വരെ വാക്യങ്ങൾ. മോശ ഒരു പ്രവാചകനും വിമോചകനും നിയമദാതാവും മധ്യസ്ഥനും ദൈവത്തിൻ്റെ സുഹൃത്തുമായിരുന്നു. അവൻ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള പാലവും ക്രിസ്തുവിന് വഴിയൊരുക്കിയ ഉടമ്പടിയുടെ മധ്യസ്ഥനുമായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം അവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. മരണത്തിലല്ല, മഹത്വത്തിൽ. പർവ്വതത്തിൽ യേശുവിൻ്റെ രൂപാന്തരീകരണത്തിൽ ഏലിയായോടൊപ്പം കാണപ്പെട്ടു. മത്തായി 17:3. അവിടെ നിയമവും പ്രവാചകന്മാരും ദൈവപുത്രൻ്റെ സന്നിധിയിൽ പൂർത്തീകരണം കണ്ടെത്തി. യഹൂദ പാരമ്പര്യത്തിൽ മോശ റബീനു അഥവാ നമ്മുടെ റബിയായ മോശ ഇപ്പോഴും ഏറ്റവും മഹാനായ ഗുരുവാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ മോശയെ ദൈവത്തിനും ദൈവജനത്തിനും ഇടയിലുള്ള വലിയ മധ്യസ്ഥനായ ക്രിസ്തുവിൻ്റെ മുൻനിഴലായിട്ടാണ് കാണുന്നത്. മോശ ഇസ്രായേലിനെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചു. ക്രിസ്തുവാകട്ടെ എല്ലാ മനുഷ്യരെയും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമുക്തരാക്കുന്നു. മോശ ന്യായപ്രമാണം സ്വീകരിച്ച് നൽകി. ക്രിസ്തു ന്യായപ്രമാണം നിറവേറ്റുകയും കൃപയിലൂടെയും സ്നേഹത്തിലൂടെയും അത് പൂർത്തീകരിക്കുകയും ചെയ്തു. മരുഭൂമിയിൽ മോശ ജനങ്ങളെ മന്ന കൊണ്ട് പോഷിപ്പിച്ചു. ജീവൻ്റെ യഥാർത്ഥ അപ്പമായ പരിശുദ്ധ കുർബാന കൊണ്ട് ക്രിസ്തു നമ്മെ പോഷിപ്പിക്കുന്നു. സീനായി മലയിൽ മോശ തൻ്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥത വഹിച്ചു. ദൈവപിതാവിൻ്റെ വലതുഭാഗത്ത് ക്രിസ്തു നിത്യമായി നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. ഇന്നത്തെ ജോർദാനിലെ അബാരിം പർവ്വതനിരയുടെ ഭാഗമായ നെബോമല യോർദാൻ താഴ്വരയ്ക്കും ചാവുകടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്നു. മോശ തൻ്റെ മരണത്തിന് മുമ്പ് കണ്ട അതേ ദൃശ്യമാണ് ഇവിടെ നിന്നും കാണപ്പെടുക. നൂറ്റാണ്ടുകളായി വിശ്വാസികൾ മോശയെ അനുസ്മരിച്ച് ആദരിക്കുവാൻ അവിടെ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇന്ന് ഈ സ്ഥലം ഫ്രാൻസിസ്കൻ കസ്റ്റഡി ഓഫ് ഹോളി ലാൻഡിൻ്റെ സംരക്ഷണയിലാണ്. അതിൻ്റെ മുകളിൽ ഒരു വെങ്കല സർപ്പക്കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട്. മരുഭൂമിയിൽ മോശയുടെ രോഗശാന്തിയുടെ അടയാളത്തെയും ക്രിസ്തുവിൻ്റെ കുരിശിലെ രക്ഷാകരമായ ബലിയർപ്പണത്തെയും സംയോജിപ്പിക്കുന്ന ശക്തമായ ഒരു പ്രതീകമാണ് അത്. ജെറിക്കോയ്ക്കും മൊവാബ് സമതലങ്ങൾക്ക് സമീപമുള്ള പുരാവസ്തു കണ്ടെത്തലുകൾ ബൈബിളിലെ പുറപ്പാടുമായി ബന്ധപ്പെട്ട വെങ്കലയുഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ വാസസ്ഥലങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. യഹൂദ പാരമ്പര്യം പറയുന്നത്
മോശയുടെ ആത്മാവ് നേരിട്ട് ദൈവത്തിലേക്ക് ഉയർന്നുവെന്നും വിഗ്രഹാരാധന തടയുവാൻ അദ്ദേഹത്തിൻ്റെ ശവകുടീരം മറച്ചുവെച്ചുവെന്നുമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൻ്റെ നിഗൂഢമായ അഭാവം പുനരുദ്ധാനത്തെ സൂചിപ്പിക്കുന്നു. കാരണം മോശയുടെ മരണാനന്തര വാസസ്ഥലം ദൈവത്തോടൊപ്പമാണ്. വിശുദ്ധ യൂദായുടെ ലേഖനത്തിൻ്റെ വാക്യം 9 മോശയുടെ മൃതശരീരത്തെ ചൊല്ലി പ്രധാന ദൂതനായ വിശുദ്ധ മിഖായേലും പിശാചും തമ്മിലുണ്ടായ ഒരു തർക്കത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കുവാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. മോശ മരണത്തിനോ അന്ധകാരത്തിനോ അല്ല, മറിച്ച് ദൈവത്തിൻ്റേതാണെന്ന് ഇത് വെളിപ്പെടുത്തുന്നു. സഭാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നേബോ മലയിലെ മോശയുടെ മരണം ക്രിസ്തീയ യാത്രയുടെ പ്രതീകമായി കാണുന്നു. മോശ വിശ്വാസത്താൽ ദൈവം വാഗ്ദാനം ചെയ്ത മഹത്വം കാണുകയും മരണത്തിൻ്റെ കടന്നുപോകലിലൂടെ അതിൽ പൂർണ്ണമായി പ്രവേശിക്കുകയും ചെയ്തതുപോലെയാവും നമുക്കും സംഭവിക്കുക. ക്രിസ്തുനാഥൻ്റെ രൂപാന്തരീകരണ വേളയിൽ മോശ ക്രിസ്തുവിൻ്റെ സമീപം പ്രഭാപൂരിതനും ജീവനുള്ളവനുമായി മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുകയും അവനോട് സംസാരിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ വിശ്വസ്തർക്ക് മരണം അവസാനമല്ല, മറിച്ച് ദിവ്യപ്രകാശത്തിൻ്റെ പൂർണ്ണതയിലേക്കും അവനുമായുള്ള നിത്യ കൂട്ടായ്മയിലേക്കുമുള്ള ഒരു പാതയുമാണെന്ന് ഈ അമൂല്യ നിമിഷം വെളിപ്പെടുത്തുന്നു. ദൈവജനത്തെ അടിമത്തത്തിൽ നിന്നും വിമുക്തരാക്കുക, ദൈവിക നിയമം പഠിപ്പിക്കുക, സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കുക എന്നീ ദൗത്യങ്ങൾക്കായി മോശയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടവും അവനെ ഒരുക്കി. ദൈവം നമ്മുടെ യാത്രയുടെ ഒരു ഭാഗവും ഒരിക്കലും പാഴാക്കില്ലെന്ന് അവൻ്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അധികാരത്തിലായാലും അവ്യക്തതയിലായാലും ഓരോ അനുഭവവും അവൻ്റെ മഹത്തായ പദ്ധതി നിറവേറ്റുന്നതിനുള്ള ഘട്ടമായി മാറുന്നു. മോശ ഒരു അസാധാരണ പ്രവാചകനായിരുന്നു. കർത്താവിനെ മുഖാമുഖം ദർശിച്ചവൻ എന്ന നിലയിൽ പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകനായി അദ്ദേഹം നിലകൊള്ളുന്നു. നിയമാവർത്തനം 34:10. ദർശനങ്ങളോ സ്വപ്നങ്ങളോ ലഭിച്ച മറ്റ് പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തനായി മോശ ദൈവവുമായി നേരിട്ട് സംസാരിച്ചു. യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു എന്ന വാക്കുകൾ ആദ്യം ഉച്ചരിച്ചത് മോശയായിരുന്നു. അതവനെ ദിവ്യസത്യത്തിൻ്റെ വക്താവാക്കി മാറ്റി. ദൈവം മോശയ്ക്ക് തൻ്റെ കൽപ്പനകൾ മാത്രമല്ല, അവൻ്റെ നാമവും വെളിപ്പെടുത്തി. ഞാൻ ആകുന്നവനാകുന്നു, ഐ ആം ഹു ആം എന്ന് എല്ലാ തിരുവെഴുത്തുകളിലും പ്രതിധ്വനിക്കുന്നതും അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ആകുന്നുവെന്ന് ക്രിസ്തുവിൻ്റെ പ്രഖ്യാപനത്തിൽ കലാശിക്കുന്നതുമായ അസ്തിത്വത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റേതുമായ ഒരു വെളിപ്പെടുത്തൽ അങ്ങനെ മോശയിലൂടെ ലഭിച്ചു. യോഹന്നാൻ 8:58. മോശയിലൂടെ പ്രവചനം ഒരു സന്ദേശം മാത്രമല്ല, ദൈവവും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസനും തമ്മിലുള്ള ഹൃദയ ഐക്യമായി മാറി. രക്ഷാചരിത്രത്തിലെ ഏറ്റവും മഹാനായ വ്യക്തികളിൽ ഒരാളായി മോശ എങ്ങനെ നിലകൊള്ളുന്നുവെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നിയമദാതാവായ മോശ. സീനായി മലയിൽ മോശയ്ക്ക് ദൈവകൽപ്പനകൾ ലഭിച്ചു. അവ മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല, മറിച്ച് ഒരു ദിവ്യദാനമാണ്. ദൈവകരങ്ങളാൽ കല്ലിൽ വിരചിതമായ 10 കൽപ്പനകൾ മാനവികതയുടെ ധാർമ്മിക അടിത്തറയും ദൈവജനത്തിൻ്റെ ഉടമ്പടിയുടെ രേഖയുമായി മാറി. മോശയുടെ ന്യായപ്രമാണം ആരാധന, നീതി, കാരുണ്യം എന്നിവ സംയോജിപ്പിച്ചു. അതായത് ഏകസത്യ ദൈവത്തോടുള്ള ആരാധന, അയൽക്കാരനോടുള്ള നീതി, ദരിദ്രരോടും പരദേശികളോടും പീഡിതരോടുമുള്ള അനുകമ്പ. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ 10 കൽപ്പനകൾ ക്രിസ്തു നിർത്തലാക്കുകയല്ല, മറിച്ച് പൂർത്തിയാക്കുകയാണ് ചെയ്തത്. മത്തായി 5:17. പരിശുദ്ധാത്മാവിലൂടെ മനുഷ്യഹൃദയങ്ങളിൽ എഴുതപ്പെടേണ്ട ഉയർന്ന നീതിയിലേക്ക് മോശയിലൂടെ ലഭിച്ച കൽപ്പനകൾ വിരൽ ചൂണ്ടി. അങ്ങനെ പഴയ നിയമം പുതിയതിൻ്റെ തൊട്ടിലായി മാറി. 2, ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥനായ മോശ. ജീവിതകാലം മുഴുവനും മോശ ദൈവത്തിനും ദൈവജനത്തിനുമിടയിൽ മധ്യവർത്തിയായി നിലകൊണ്ടു. വിഗ്രഹാരാധനയുടേത് ഉൾപ്പെടെ വിവിധ ശിക്ഷകളിൽ നിന്നും ആഹാരത്തിനും ദാഹജലത്തിനും വേണ്ടി അവൻ ദൈവത്തോട് പലവട്ടം പ്രാർത്ഥിച്ചു. അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞാലും എന്നുപോലും മോശ പ്രാർത്ഥിച്ചു. പുറപ്പാട് 32:32. പിന്നീട് കുരിശിൽ കിടന്നുകൊണ്ട് പിതാവെ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല എന്ന് പറയുന്ന പൂർണ്ണ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനെ അവൻ മുൻനിഴലാക്കി. ലൂക്ക 23:34. കത്തോലിക്ക പാരമ്പര്യത്തിൽ മോശയുടെ മധ്യസ്ഥത ദൈവത്തിൻ്റെ വിശുദ്ധിക്കും മനുഷ്യ ബലഹീനതയ്ക്കും ഇടയിൽ നിന്നുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രാർത്ഥനയും ത്യാഗവും അർപ്പിക്കുന്ന പുരോഹിത ശുശ്രൂഷയെ മുൻനിഴലാക്കുന്നു. 3, മോശയിൽ തെളിഞ്ഞ ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വം. ദൈവത്തിൻ്റെ മഹത്വം മോശയുടെ ജീവിതത്തിൽ തിളങ്ങി. കത്തുന്ന മുൾപ്പുഴപ്പ് മുതൽ ദിവ്യപ്രഭയാൽ പ്രകാശിക്കുന്ന തിളക്കമുള്ള മുഖം വരെ കർത്താവുമായുള്ള അടുപ്പത്താൽ അവൻ പ്രസന്നനായി കാണപ്പെട്ടു.
മേഘത്തിൽ അവൻ ദൈവത്തെ കണ്ടുമുട്ടി. സമാഗമന കൂടാരത്തിൽ അവനോട് സംസാരിച്ചു. ദൈവസാന്നിധ്യം മോശ ജനങ്ങളിലേക്ക് എത്തിച്ചു. മോശ സീനായിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ മോശയുടെ മുഖത്ത് നിന്ന് പ്രകാശത്തിൻ്റെ കൊമ്പുകൾ എന്നർത്ഥം വരുന്ന കരൺ അല്ലെങ്കിൽ പ്രകാശ കിരണങ്ങൾ പ്രതിഫലിച്ചുവെന്ന് യഹൂദരുടെ മിദ്രാഷ് പറയുന്നു. മൈക്കലാഞ്ചലോയുടെ പ്രശസ്തമായ പ്രതിമ ഈ പ്രകാശത്തെ ദൈവിക പ്രതിഫലനത്തിൻ്റെ പ്രതീകമായി ചിത്രീകരിച്ചു. ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ഈ പ്രകാശം താബോർ മലയിൽ രൂപാന്തരപ്പെട്ട ക്രിസ്തുവിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു. അവിടെ മോശ ഏലിയായോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണത്തിന് സാക്ഷ്യം വഹിച്ചു. 4. രക്ഷാചരിത്രത്തിലെ മോശയും ക്രിസ്തുവും. മോശയുടെ ജീവിതം മുഴുവനും യേശു ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇരുവരുടെയും ജനനം മരണഭീഷണിയിലായിരുന്നു. എന്നാൽ അവർ അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടു. ഇരുവരും 40 ദിനരാത്രങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിച്ചു. ഇരുവരും മലമുകളിൽ നിന്ന് പഠിപ്പിച്ചു. മോശ സീനായി മലയിലും ഈശോ അഷ്ടഭാഗ്യങ്ങളുടെ മലയിലും. രക്തത്തിൽ മുദ്രയിട്ട ഉടമ്പടിക്ക് ഇരുവരും മധ്യസ്ഥത വഹിച്ചു. മൃഗങ്ങളുടെ രക്തം കൊണ്ട് മോശയും സ്വന്തം രക്തം കൊണ്ട് ക്രിസ്തു. ഇരുവരും പാപികൾക്കായി മധ്യസ്ഥത വഹിക്കുകയും ദൈവിക കാരുണ്യം നേടിത്തരികയും ചെയ്തു. അങ്ങനെ മോശയുടെ ദൗത്യം പുതിയ മോശയായ ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിച്ചു. മോശ ജനത്തെ ഭൗമിക പ്രദേശിയായ കാനാനിലേക്ക് നയിച്ചപ്പോൾ ക്രിസ്തു സ്വർഗീയ ജെറുസലേമിലേക്ക് നമ്മെ നയിക്കുന്നു. മോശയുടെ ജീവിതകഥ കാലത്തെ അതിജീവിക്കുന്നതും ചരിത്രത്തിൽ ആഴമായി വേരൂന്നിയതുമാണ്. പപ്പൈറസ് കൊട്ടകളുടെ ഉപയോഗം, ഹെബ്രായ ഭാഷയിൽ നിന്ന് ഈജിപ്തിൽ കടന്നുകൂടിയ പദങ്ങൾ, സീനായി വഴികളുടെ ഭൂമിശാസ്ത്രപരമായ വിവരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പുരാവസ്തു ഗവേഷണവും ഭാഷാ പഠനവും വെളിപ്പെടുത്തുന്നത് പുറംപാട് വിവരണം അവസാനകാല വെങ്കല ഈജിപ്തിൻ്റെ ആധികാരിക ഘടകങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുവെന്നാണ്. യഹൂദ പാരമ്പര്യത്തിൽ മോശെ റബീനുവായി അഥവാ മോശ നമ്മുടെ ഗുരു എന്ന നിലയിൽ തുടരുന്നു. അദ്ദേഹത്തിൻ്റെതായി കണക്കാക്കപ്പെടുന്ന 5 പുസ്തകങ്ങളായ തോറ യഹൂദ വിശ്വാസത്തിൻ്റെ കാതലാണ്. എല്ലാ സാബത്തിനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉച്ചയിസ്ത്രം വായിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ യഹൂദരുടെ പ്രാർത്ഥന, ധാർമ്മികത, സ്വത്വം എന്നിവയെ രൂപപ്പെടുത്തുന്നു. ക്രിസ്തീയ പാരമ്പര്യത്തിൽ മോശയെ ഒരു വിശുദ്ധനായും പ്രവാചകനായും ആദരിക്കുന്നു. സഭാപിതാക്കന്മാർ അദ്ദേഹത്തെ ധ്യാനത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും മാതൃകയായി കണ്ടു. നിസായിലെ വിശുദ്ധ ഗ്രിഗറി മോശയുടെ സീനായി പർവ്വതാരോഹണത്തെ ദൈവിക ഐക്യത്തിലേക്കുള്ള ആത്മാവിൻ്റെ യാത്രയായും ദൈവത്തിൻ്റെ രഹസ്യത്തിലേക്ക് എപ്പോഴും ഉയരുന്നതായും വിശേഷിപ്പിച്ചു. ചെങ്കടലിലെ വിജയഘോഷത്തിൻ്റെ ഗാനം മോശയുടെ ശക്തമായ ഒരു സ്തുതിഗീതമാണ്. അത് ഇസ്രായേലിൻ്റെ ഈജിപ്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ചരിത്രം മാത്രമല്ല, നമ്മുടെ സ്വന്തം രക്ഷയുടെ കഥ കൂടിയാണ്. ദൈവം തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് ജലമാർഗം സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ രക്ഷാശക്തിയിലൂടെയും സ്നാനജലത്തിലൂടെയും അവൻ നമ്മെ പാപത്തിൽ നിന്നും നവജീവനിലേക്ക് നയിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലത്തിലുള്ള സന്ദേശങ്ങൾ നോക്കാം. 1. വിശ്വസ്തതയാണ് വിജയത്തേക്കാൾ വലുത്. മോശ വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചില്ലെങ്കിലും ദൈവം നൽകിയ ദൗത്യം അവൻ വിശ്വസ്തയോടെ പൂർത്തിയാക്കി. ലക്ഷ്യത്തിലെത്തുക എന്നതല്ല, മറിച്ച് അവസാനം വരെ ദൈവത്തെ അനുസരിക്കുക എന്നതായിരുന്നു മോശയുടെ മഹത്വം. യഥാർത്ഥ വിജയം വിശ്വസ്തതയാണ്. ദൈവം ആരംഭിക്കുന്ന പ്രവൃത്തി ദൈവം തൻ്റെ ഹിതമനുസരിച്ച് പൂർത്തിയാക്കും. നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ പങ്കുകാരാകുവാൻ കഴിഞ്ഞില്ലെങ്കിലും അത് നമ്മുടെയും വിജയമാണ്. 2. നീതിമാന്മാരുടെ പ്രതിഫലം ദൈവം തന്നെയാണ്. നെബോ മലയിൽ നിന്നുകൊണ്ട് വാഗ്ദത്ത ദേശം വിദൂരത്ത് കാണാനേ മോശയ്ക്ക് കഴിഞ്ഞുള്ളൂ. അതിൽ അദ്ദേഹം നിരാശനായില്ല. കാരണം അവൻ്റെ യഥാർത്ഥ പ്രതിഫലം കർത്താവിനെ കാണുക എന്നതായിരുന്നു. വിശ്വസ്തർക്കുള്ള ഏറ്റവും വലിയ സമ്മാനം ഭൗമിക വിജയമല്ല, മറിച്ച് ദൈവവുമായുള്ള ഐക്യമാണ്. 3. നേതൃത്വം സേവനവും ത്യാഗവുമാണ്. മോശ ഉന്നതനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ വിളങ്ങിയത് സ്നേഹവും എളിമയുമായിരുന്നു. തൻ്റെ ജനത്തിൻ്റെ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് അദ്ദേഹം അവരുടെ പാപമോചനത്തിനായി മധ്യസ്ഥം വഹിച്ചു. യഥാർത്ഥ നേതൃത്വം എന്നാൽ വ്യക്തിപരമായ ത്യാഗത്തിലൂടെയും മറ്റുള്ളവരെ സേവിക്കുക എന്നതുമാണ്. മോശ ഇക്കാര്യത്തിൽ നല്ല ഇടയനായി ക്രിസ്തുവിനെ ഒരു മുൻനിഴലാക്കുന്നു. 4. മരണം ജീവിതയാത്രയുടെ അവസാനമല്ല, പൂർത്തീകരണമാണ്. കർത്താവിൻ്റെ വചനപ്രകാരം മോശയുടെ മരണം സമാധാനപരവും അർത്ഥപൂർണവുമായിരുന്നു. ദൈവത്തോടൊപ്പം നടക്കുന്നവർക്ക് മരണം അവസാനമല്ല, മറിച്ച് നിത്യവിശ്രമത്തിലേക്കും എല്ലാ വാഗ്ദാനങ്ങളുടെയും പൂർത്തീകരണത്തിലേക്കുമുള്ള കവാടമാണ്. 4. നിയമം കൃപയിലേക്ക് നയിക്കുന്നു. തൻ്റെ ജനത്തെ നയിക്കാൻ മോശ ദൈവത്തിൻ്റെ നിയമം നൽകി. പക്ഷേ അത് ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടി. അവിടുന്ന് കരുണയോടും സ്നേഹത്തോടും കൂടി അത് നിറവേറ്റുന്നു. കല്ലിൽ എഴുതിയ പഴയ നിയമം ക്രിസ്തുവിൽ നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയ കൃപയായി മാറുന്നു.
അതുവഴി ദൈവവുമായുള്ള സന്തോഷകരമായ കൂട്ടായ്മയിലേക്ക് ക്രിസ്തു നമ്മെ നയിക്കുന്നു. നമുക്കൊരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനും സുഹൃത്തുമായ മോശയുടെ ജീവിതത്തിനും വിശ്വാസത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. അവൻ നിൻ്റെ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചതുപോലെ ഈ ലോകത്തിലെ മരുഭൂമികളിലൂടെ നിൻ്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ പൂർണ്ണഫലം കാണാത്തപ്പോഴും വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ നിൻ്റെ കൃപയിൽ ജീവിക്കട്ടെ, നിൻ്റെ സമാധാനത്തിൽ മരിക്കട്ടെ, ക്രിസ്തുവിനൊപ്പം യഥാർത്ഥ വാഗ്ദത്ത ദേശത്തിൻ്റെ സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.